സാറേ, ഇസ്രയേൽ തുടങ്ങി, ഇറാൻ തിരിച്ചടിച്ചു. ഇറാൻ പറഞ്ഞതുപോലെ തന്നെ ഇപ്പോഴത്തെ തിരിച്ചടിയിൽ നമുക്ക് മനസ്സിലാവുന്നത് ഞങ്ങൾക്ക് അമേരിക്കയോട് മാത്രമാണ് വൈരാഗ്യം. അതായത് കാഷ്വാലിറ്റി ഉണ്ടാക്കാൻ ശ്രമിച്ചിട്ടില്ല ഇറാൻ ആദ്യഘട്ടത്തിൽ എന്ന് പറയേണ്ടി വരും. അതായത് സൈനിക താവളങ്ങൾ അതിനകത്ത് ഏതാണ്ട് GCC രാജ്യങ്ങളെല്ലാം ആക്രമിച്ചു. പലയിടത്തും മിസൈലുകൾ തടഞ്ഞു എന്ന് വേണം കരുതാൻ. അതിൻ്റെ കൂടെ തന്നെ ഇപ്പോൾ ആദ്യ റൗണ്ട് കഴിഞ്ഞ് രണ്ടാം റൗണ്ടിലേക്ക് ഇസ്രായേൽ ആക്രമിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. ആദ്യത്തെ റൗണ്ട് ആക്രമണമെന്ന് തന്നെ നമുക്കിപ്പോൾ വാർത്തകളിൽ നിന്ന് കിട്ടുന്ന വിവരമനുസരിച്ച് പ്രധാനപ്പെട്ട അവരുടെ തലസ്ഥാനവും സൈനിക താവളങ്ങളും ഒരുപക്ഷെ ഖമേനിയുടെ ഓഫീസും ഇറാൻ്റെ പ്രസിഡൻറ്റിൻ്റെ ഓഫീസും എല്ലാം ലക്ഷ്യം വെച്ചിരിക്കുന്നു. ഇസ്രായേലിൻ്റെ ഒരു രീതി അറിയാമല്ലോ, അവർ ലക്ഷ്യം വയ്ക്കുക എന്ന് പറഞ്ഞാൽ ഏറ്റവും മർമ്മപ്രധാനമായിട്ടുള്ള സ്ഥലങ്ങൾ, കാരണം പിന്നെ ചലിക്കാൻ ഒത്തിരി പ്രയാസപ്പെടേണ്ടി വരും ഒരു യുദ്ധം അവരുടെ അങ്ങനെ. അപ്പോൾ ആ രീതിയിലേക്ക് ആദ്യത്തെ ഒരു ആക്രമണം നടത്തി അതിനുശേഷം പ്രത്യാക്രമണം. അപ്പം ഇറാനും തയ്യാറെടുപ്പിലുമാണ്. സാധാരണ നേരത്തെ ഒരു ആക്രമണം നടന്നതിന് ശേഷം അവരുടെ ഒരു 2 മണിക്കൂർ ഓപ്പറേഷന് ശേഷം നമുക്ക് കിട്ടുന്ന വിവരമനുസരിച്ച് ഇറാന് പിന്നെ ചലിക്കാൻ പറ്റിയില്ല എന്നുള്ളത്. പക്ഷേ ഇപ്പം ഇറാൻ കരുതിയിരുന്നു, അല്ലെങ്കിൽ എവിടെയൊക്കെ വരാൻ സാധ്യതയുണ്ട് എന്ന് വിചാരിച്ച് കരുതിയിരുന്നു, അല്ലെങ്കിൽ ഇറാൻ വിശാലമായിട്ട് ഇറാന് യുദ്ധം ചെയ്യാൻ സാധിക്കും എന്നുള്ളത് കൊണ്ടാണ് നിമിഷ നേരം കൊണ്ട് നമ്മൾ ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്തെ നിസ്സാരമായിട്ട് കാണാൻ പറ്റത്തില്ല. ആ രാജ്യം ആക്രമിച്ചതിന് ശേഷം ഇത്രയിടത്തോട്ട് ഓരോ മിസൈലെങ്കിലും വിടാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ ഇറാൻ എന്തൊക്കെയോ ഭാവിച്ചാണ്. അപ്പം ഈ യുദ്ധം ഇസ്രായേലിനൊരു ലക്ഷ്യമുണ്ട്, അമേരിക്കയ്ക്കൊരു ലക്ഷ്യമുണ്ട്. അത് എന്ന് പറഞ്ഞാൽ അവരുടെ വരുതിയിൽ നിൽക്കാത്ത, അല്ലെങ്കിൽ ലോകത്തിന് മൊത്തവും ആശങ്ക ഉണ്ടാക്കിക്കൊണ്ട് നിൽക്കുന്ന അറേബ്യൻ രാജ്യങ്ങൾ ഉൾപ്പെടെ. അതുകൊണ്ടാണല്ലോ ഈ സൈനിക താവളങ്ങളൊക്കെ ഒരുപക്ഷെ അറേബ്യൻ രാജ്യങ്ങൾ അനുവദിച്ചു കൊടുത്തിരിക്കുന്ന അമേരിക്കയുടെ താല്പര്യം സംരക്ഷിക്കുന്നതിന് ആ ഒരു സാധ്യത ഉണ്ടാക്കി കൊടുത്തത് ഈ പറയുന്ന രാജ്യത്തെ ഭയന്ന് തന്നെയാണെന്നും നമുക്ക് വേണമെങ്കിൽ ഒരു വശം പറയേണ്ടി വരും. അപ്പം ഈ ഭയം, അല്ലെങ്കിൽ ഈ ഇറാൻ, ഈ ലോകത്തിൻ്റെ പ്രോക്സികളെ വളർത്തുന്ന ഇറാൻ, ലോകത്ത് ഭീകരവാദത്തെയും തീവ്രവാദത്തെയും വളർത്തുന്ന ഇറാൻ തീർത്തിട്ട് ഇസ്രായേൽ നിർത്തത്തുള്ളൂ, അല്ലെങ്കിൽ ഈ സംയുക്ത ഓപ്പറേഷൻ അത് ലക്ഷ്യം വെക്കുന്നതാണോ എന്ന് നമുക്ക് തീർച്ചയായിട്ടും ഇത് പറയാൻ പറ്റില്ല. ഇതിനകത്ത് അമേരിക്കയുടെ താല്പര്യം വളരെ വലിയ ഘടകമാണ്. അമേരിക്കയെ സംബന്ധിച്ച് അമേരിക്കയ്ക്ക് എല്ലാ കാലഘട്ടത്തിലും ഒരു ലക്ഷ്യമുണ്ട്. നമുക്ക് ഇറാഖിൻ്റെ കാര്യം അറിയാം. ഇറാഖിന് സദാം ഹുസൈനെ ആക്രമിക്കുമ്പോൾ അവിടെ അണവായുധം ഉണ്ടെന്ന് പറഞ്ഞു. സദാം ഹുസൈൻ അവരെ വിളിച്ചു കൊണ്ടുപോയി ഈ സ്ഥലങ്ങൾ മുഴുവൻ ഓപ്പൺ ചെയ്യിച്ചു കഴിഞ്ഞാൽ അവിടെ അണവായുധം ഒന്നുമില്ലായിരുന്നു. പക്ഷേ അതിനുശേഷം അവർ യുദ്ധം ചെയ്തതിന് ശേഷം ഒന്നും അവർക്ക് കിട്ടിയിട്ടില്ല അവിടുന്ന്. പക്ഷേ അതുപോലെ അഫ്ഗാനിസ്ഥാനിൽ യുദ്ധം ചെയ്തു. അഫ്ഗാനിസ്ഥാനിൽ യുദ്ധം ചെയ്ത് അന്നത്തെ സെപ്റ്റംബർ 11 ആക്രമണത്തെ തുടർന്നാണ്. പക്ഷേ ഇതെല്ലാം അമേരിക്കയെ സംബന്ധിച്ച് അമേരിക്കയ്ക്ക് എപ്പോഴും ഒരു ശത്രു ഉണ്ടാകും. ആ ശത്രുവിനെതിരെ അവർ യുദ്ധം ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പോൾ ഇറാൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത് അവർ ആരെയാണ് ടാർഗറ്റ് ചെയ്യുന്നതെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷേ ഇതിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് അന്താരാഷ്ട്ര തലത്തിൽ ഇറാൻ്റെ യുദ്ധം സാധാരണ ഒരു ചെറിയ യുദ്ധമായിട്ട് നമുക്ക് കാണാൻ പറ്റില്ല. കാരണം ഇസ്രായേലിനെ സംബന്ധിച്ച് ഇസ്രായേലിന് എന്നും ഭീഷണിയാണ് ഇറാൻ. കാരണം അവരെ സംബന്ധിച്ച് പല ഘട്ടങ്ങളിലാണ് ഈ യുദ്ധം. രണ്ടുപേരും അങ്ങ് സൂചിപ്പിച്ച പോലെ ഇറാനും അതുപോലെ ഇസ്രായേലും അമേരിക്കയൊക്കെ മുൻകരുതി നേരത്തെ തന്നെ പ്ലാൻഡാണ്. അപ്പോൾ അതുകൊണ്ടാണ് ആ സെക്കൻഡിനുള്ളിൽ ഇറാന് പ്രതികരിക്കാൻ പറ്റിയത്. സാധാരണ ഗതിയിൽ നേരം വെളുക്കുന്നതിന് മുമ്പൊക്കെ സാധാരണ യുദ്ധം ആരംഭിക്കുന്നത് അത്രയും സമയം സാധാരണ യുദ്ധത്തിന് സ്റ്റാർട്ട് ചെയ്യുന്ന ടൈമിലൊന്നുമല്ല ഈ യുദ്ധം ആരംഭിച്ചത്. പക്ഷേ അതിന് എന്തെങ്കിലും പ്രത്യേക കാരണങ്ങളുണ്ടാകും. കാരണങ്ങൾ ഇനി വരും കാലങ്ങളിൽ നമുക്കത് തിരഞ്ഞെടുക്കേണ്ടി വരും. ഇപ്പോൾ പെട്ടെന്ന് ഇങ്ങനെ യുദ്ധം ഈ ഒരു കറക്റ്റ് ഒരു യുദ്ധം സ്റ്റാർട്ട് ചെയ്യുന്ന ടൈം അല്ലാതെ ഇരുന്നിട്ട് പോലും അത് യുദ്ധം സ്റ്റാർട്ട് ചെയ്തതിൻ്റെ ടൈമിങ്ങിനെ കുറിച്ചൊക്കെ ഒരുപാട് ചർച്ചകൾ നടക്കുന്നത്. അപ്പോൾ ആ ചർച്ചകളിൽ നമുക്ക് മനസ്സിലാകുന്നത് ഇതൊരു വലിയ യുദ്ധത്തിലേക്ക് പോകാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാൻ പറ്റുന്നില്ല. കാരണം ഇതിൻ്റെ അത് നിർണായകമായ നിലപാടെന്ന് നാറ്റോ സഖ്യത്തിൻ്റെ നിലപാടാണ്. ബ്രിട്ടൻ ആദ്യം വിസമ്മതം അറിയിച്ചിരുന്നെങ്കിലും ഞാൻ വിശ്വസിക്കുന്നത് ട്രംപ് ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയുടെ അനുവാദം വാങ്ങിയതിന് ശേഷമായിരിക്കും യുദ്ധം ആരംഭിച്ചത്. അതുപോലെ തന്നെ ഫ്രാൻസ്, ജർമ്മനി പോലെയുള്ള വലിയ രാജ്യങ്ങളുടെയൊക്കെ പിന്തുണ ഈ യുദ്ധത്തിനുണ്ടെയും അവരിതും കൂടെ പങ്കെടുക്കുകയും ചെയ്യുകയാണെങ്കിൽ യുദ്ധത്തിന് വേറൊരു മാനത്തിലേക്ക് ഇത് കടക്കും. അതുപോലെ തുർക്കിയുടെ നിലപാട് വളരെ വലിയ, കാരണം തുർക്കി ഒരു നാറ്റോ സഖ്യത്തിൽപ്പെട്ട അംഗമാണ്. തുർക്കിയുടെ നിലപാട് ഇതിൻ്റെ അത് വലിയ നിർണായകമാണ്. തുർക്കി ഈ ഇറാനെ സഹായിക്കുമോ അതോ ഇറാനെതിരെ നിൽക്കുമോ എന്നുള്ള കാര്യത്തിൽ ഒരു വലിയ ഘടകമാണ് ഈ യുദ്ധത്തിനെ സംബന്ധിച്ച്. ഇതുവരെ സഹായിച്ചുകൊണ്ടാണ്. പക്ഷേ ഇപ്പോൾ ഈ ഒരു കാര്യത്തിൽ നാറ്റോ സഖ്യത്തിന് നേരെ അറ്റാക്ക് വരുമ്പോൾ തീർച്ചയായിട്ടും തുർക്കി അവരെ സഹായിക്കണമെന്നാണ് ഇതിൻ്റെ നിയമം ഇരിക്കുന്നത്. പക്ഷേ ഇപ്പോൾ ഈ നമുക്ക് ഡെൻമാർക്കിൻ്റെ ഇഷ്യൂവിലൊക്കെ നമ്മൾ കണ്ടാണ് ഈ നാറ്റോ സഖ്യം ഒന്നും നിഷ്പ്രഭമാക്കിക്കൊണ്ടാണ് അന്ന് ട്രംപ് കാര്യങ്ങളിലേക്ക് ചലിപ്പിച്ചത്. അവസാനം ട്രംപിൻ്റെ ഭാഗികമായിട്ടെങ്കിലും ഡെൻമാർക്കിൽ അത് വിജയിക്കുകയും ചെയ്തു. അതുതന്നെ ഇവിടെയും ഈ തുർക്കിയുടെ നിലപാട് വളരെ നിർണായകമാണ്. അതുപോലെ തന്നെ നമുക്ക് കൂട്ടി വായിക്കേണ്ട വേറൊരു ഘടകമാണ് പാകിസ്ഥാനും താലിബാനും തമ്മിലുള്ള പ്രശ്നവും എപ്പം രൂക്ഷമായിക്കൊണ്ടിരിക്കുകയും അവിടെയും ചെറിയ യുദ്ധസമാനമായ സാഹചര്യമാണ്, സംഘർഷത്തിലൂടെ കടന്നു പോകും. അതുപോലെ ബലൂചിസ്ഥാനിലെ പ്രശ്നങ്ങൾ, ഇതിലൊക്കെ ആരാണ് പിന്തുണ നൽകുന്നത് എന്നുള്ളൊരു ചോദ്യം വളരെ വലുതാണ്.
അമേരിക്കയുടെ സപ്പോർട്ടില്ലാതെ പാകിസ്ഥാൻ ഈ താലിബാനിൽ ഒരു ആക്രമണം നടത്തുമോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഒരിക്കലും സംഭവിക്കാൻ പോകുന്നില്ല. കാരണം അമേരിക്കയുടെ അറിവോടുകൂടി തന്നെയായിരിക്കാം. ബലൂചിസ്ഥാനിൽ ആരാണ് സപ്പോർട്ട് ചെയ്യുന്ന കാര്യത്തിൽ പാകിസ്ഥാനും താലിബാനും സംശയമുണ്ട് ഈ കാര്യത്തിൽ. അപ്പോൾ ഇതെല്ലാം ഈ യുദ്ധവും ഇതുമൊക്കെ കണക്ട് ചെയ്ത് കഴിഞ്ഞിട്ട് വലിയ യുദ്ധത്തിലേക്ക് പോകുമോ? കാരണം ഇത് വലിയൊരു ഗ്രാഫിൽ ഇത് വായിക്കേണ്ട ഒരു കാര്യമാണ്. കാരണം ഇത് നമ്മളൊരു അമേരിക്കയുടെയും ഇസ്രായേലിൻ്റെയും അല്ലെങ്കിൽ ഇറാൻ്റെയും മാത്രമായ ഒരു പ്രശ്നമായിട്ടല്ല കാണുന്നത്. അതുപോലെ പശ്ചിമേഷ്യയിലെ പ്രശ്നങ്ങൾ ഇതിൻ്റെ ഒരു വലിയ ഘടകമാണ്. അതോടൊപ്പം തന്നെ ഗൾഫ് രാജ്യങ്ങൾ GCCയിലെ പ്രശ്നമാണ് ഇപ്പോൾ ഏറ്റവും രൂക്ഷം. നമ്മളെ സംബന്ധിച്ച് നമ്മളെ ബാധിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം GCCയിലെ പ്രശ്നങ്ങളാണ്. കാരണം അവിടുത്തെ മലയാളികൾ, അവിടുത്തെ എല്ലാ ഇപ്പോൾ ബഹ്റിനിലും കുവൈറ്റിലും അതുപോലെ അബുദാബിയിലും എല്ലാം ഇപ്പോൾ അവർ പ്രതികരിച്ചു കഴിഞ്ഞു എന്നാണ് നമുക്ക് വാർത്തകളിലൂടെ കാണുന്നത്. ഇതിൽ എത്രമാത്രം തീവ്രതയുണ്ട് എന്നുള്ള അവിടെയുള്ളവർക്കേ അറിയാൻ പറ്റുള്ളൂ. കാരണം യുദ്ധത്തിൻ്റെ റിപ്പോർട്ടിംഗ് ഒക്കെ പലയിടത്തും സ്റ്റാർട്ട് ചെയ്ത് വരുന്നേ ഉള്ളൂ. കാരണം അപ്രതീക്ഷിതമായിരുന്നു യുദ്ധം. എല്ലാവരും പ്രതീക്ഷിച്ചിരുന്നെങ്കിൽ ഒരു അപ്രതീക്ഷിതമായ ഒരു അറ്റാക്ക് ആയിരുന്നു. അപ്പോൾ ഇതിനകത്ത് നമുക്കിപ്പോൾ മനസ്സിലാവേണ്ട കാര്യം തീർച്ചയായിട്ടും ഈ തുർക്കി എന്ന് പറഞ്ഞ എൽദോഗൻ്റെ സ്വഭാവം അനുസരിച്ച് അയാൾ വീണ്ടും സഹായിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തും. അത് പ്രതീക്ഷിച്ച് തന്നെയായിരിക്കും ഇസ്രായേൽ ആക്രമണം തുടങ്ങിയിരിക്കുന്നത്. കാരണം ഇസ്രായേൽ ഇറാന് ശേഷം അല്ലെങ്കിൽ ഈ പറയുന്ന ഈ മിഡിൽ ഈസ്റ്റിലെ അവരുടെ നിലനിൽപ്പിന് വേണ്ടിയുള്ള യുദ്ധം പലവട്ടം നമ്മൾ പരിശോധിക്കുമ്പോൾ ആ സമയത്തെല്ലാം മറ്റ് GCC രാജ്യങ്ങൾ മാറി നിൽക്കുമ്പോൾ സഹായിക്കാത്ത ഒരവസ്ഥയുള്ളപ്പോൾ, ഇപ്പോൾ ഖത്തറിലെ കാര്യം, ഖത്തറിലല്ലേ ഇവരുടെ പ്രോക്സികളുടെ അല്ലെങ്കിൽ നേതാക്കന്മാരവിടെ അവർ പോലും സഹായിക്കുന്നതിന് പരിധിയുണ്ട്. അവരെ ഹോൾഡ് ചെയ്യുന്നു എന്നുള്ളതേ ഉള്ളൂ. അത് ഒരു നേരത്തെ നമ്മൾ പറയുന്നത് അവരെ ഹോൾഡ് ചെയ്യുന്ന അമേരിക്കയ്ക്ക് സംസാരിക്കുന്നതിന് വേണ്ടിയുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കുന്നൊക്കെയുള്ള രീതി പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇവനെ അങ്ങനല്ല. ഇവൻ പൈസ കൊടുത്തും അല്ലെങ്കിൽ ചതിയുടെ മാർഗ്ഗം എപ്പോഴും ഉപയോഗിച്ചിട്ടുണ്ട്. നാറ്റോ അവനൊരു സംരക്ഷണം കൊടുക്കുമ്പോൾ തന്നെ തുർക്കി ആ രീതിയിലേക്കും അതെപ്പോഴും ഇസ്രായേൽ കരുതി വെച്ചിട്ടുണ്ട്. നാറ്റോ സഖ്യം ആയി എന്നുള്ളത് കൊണ്ട് ആ ഒരു പരിചയമുണ്ടല്ലോ, അല്ലെങ്കിൽ അമേരിക്കയുടെ അമേരിക്കയുടെ ആളാണ്, നാറ്റോയുടെ ആളാണ്, ആ പരിചയം മാത്രം ഉപയോഗിക്കുന്നു. എന്നിട്ടും താക്കീത് കൊടുക്കും. പക്ഷേ ഇതിനകത്ത് ഇപ്പം നിർണായകമായ ഒരു യുദ്ധം തന്നെയാണ്. കാരണം ഇതിനകത്ത് ആര് ജയിക്കും ആര് തോക്കും അല്ലെങ്കിൽ ആ രീതി. അപ്പോൾ ഇറാൻ്റെ അവസ്ഥ ഏതാണ്? ഈ യുദ്ധത്തിന് ശേഷം ഇനി ഇറാൻ അങ്ങനെ വേണ്ട അല്ലെങ്കിൽ യുദ്ധത്തിന് തയ്യാറായി നിൽക്കേണ്ട എന്നുള്ള രീതിയിലായിരിക്കും ഇസ്രായേൽ ഓപ്പറേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതിനകത്തൊരു സഹായം തുർക്കിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായാൽ, ഒരു നിലപാട് ഈ യുദ്ധത്തിന് തുർക്കി നാറ്റോയിൽ നിന്നുകൊണ്ട് ഇറാനെ സംരക്ഷിക്കുന്ന ഒരു നിലപാടുണ്ടായാൽ, ഈ ഒരു അവസരം വളരെ കൃത്യമായിട്ട് നമ്മുടെ ഒരു കാൽക്കുലേഷൻ വെച്ചിട്ട് ഇസ്രായേലിൻ്റെ ഒരു സ്വഭാവം വെച്ചിട്ട് അത് മുതലാക്കാൻ സാധ്യതയുണ്ട്. അത്തരത്തിലൊരു ചർച്ച ഒരു പക്ഷേ കഴിഞ്ഞ ദിവസം പോയപ്പോൾ എന്തായാലും യുദ്ധം തുടങ്ങുമെന്നുള്ള കാര്യം വളരെ കൃത്യമായിട്ട് നമ്മുടെ പ്രധാനമന്ത്രി നെതന്യാഹു പറഞ്ഞു കാണും. പരസ്യപ്പെടുത്താനും സാധ്യതയില്ല. കാരണം അവർ തമ്മിലുള്ള ബന്ധം അതാണല്ലോ. നമുക്ക് ഇതിന് നിലനിൽപ്പിൻ്റെ വിഷയമാണ്. അത് തുടങ്ങും അല്ലെങ്കിൽ ഉടനെ ഉണ്ടാവും. അപ്പം അതിൻ്റെ കൂടെ ഈ ഒരു സംസാരം കൂടി അതിനകത്ത് നടന്നിട്ടുണ്ടാവും നമുക്ക് വിചാരിക്കേണ്ടി വരും അല്ലേ? അതായത് നമ്മൾ ലോകക്രമം മാറുന്നതായിട്ടാണ് ഇപ്പം നമ്മൾ കാണുന്നത്. കാരണം നാറ്റോ സഖ്യം തന്നെ അപ്രസക്തമാകുന്ന ഒരു കാലഘട്ടത്തിൽ ഇസ്രായേൽ ഇപ്പം പുതിയ ഹെക്സാഗൺ അലയൻസ് എന്ന് പറഞ്ഞ ഒരു സംവിധാനത്തിലേക്ക് ഇസ്രായേൽ ആലോചിച്ചു കഴിഞ്ഞു. ആഫ്രിക്കയിലെ പല രാജ്യങ്ങളും ഏഷ്യയിലെ പല രാജ്യങ്ങളും അടക്കം സംയുക്തമായ ഒരു സേന രൂപീകരിക്കുന്നതിനെ കുറിച്ച് അവർ ചർച്ച ചെയ്ത് കഴിഞ്ഞു. അത് ഇന്ത്യയുടെ ഭാഗമാകണം. അതിൽ പ്രധാനപ്പെട്ട പാർട്ടി ഇന്ത്യ ആവണം എന്ന് പോലും നമ്മുടെ പ്രധാനമന്ത്രി മോദിജിയോട് ആവശ്യപ്പെട്ട് കഴിഞ്ഞു. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പലരും പല രീതിയിലാണ് ഇത് വായിക്കുന്നത്. കാരണം എപ്പോൾ നിലവിലുള്ള ബാലൻസ് ഒക്കെ മാറി പുതിയൊരു ഈ യുദ്ധം മൂലമോ യുദ്ധത്തിന് ശേഷമോ ഒരു പുതിയ ലോക ബാലൻസ് സിസ്റ്റം ക്രിയേറ്റ് ചെയ്യപ്പെടുമെന്ന് തന്നെയാണ് നമ്മൾ ചിന്തിക്കേണ്ടതിരിക്കുന്നത്. ഇതിനകത്ത് ഏറ്റവും വലിയ പ്രധാനപ്പെട്ട ഘടകം എന്ന് പറയുന്നത് ഇസ്രായേലിൻ്റെ നിലപാടും അമേരിക്കയുടെ നിലപാടും ഒക്കെ തന്നെയാണ്. പക്ഷേ ഇതിൻ്റെ അത് നമ്മളൊരു കാര്യം എപ്പോഴും ആലോചിക്കണം, ഇറാൻ്റെ പിന്നിൽ ആരൊക്കെ ഉണ്ട് എന്നുള്ളത് വലിയ ചോദ്യചിഹ്നമാണ്. നമ്മൾ ഇതിൻ്റെ അത് ഇറാനെ മാത്രമായി ഒതുങ്ങിക്കണ്ട്, ഇറാനെ ഒറ്റയ്ക്ക് മാത്രം കണ്ട് നമ്മൾ അമേരിക്കയുടെ യുദ്ധസന്നാഹങ്ങളുടെ വിജയം നമ്മൾ ഒരിക്കലും ആഗ്രഹിക്കരുത്. കാരണം ഇതിൻ്റെ അത് ഇറാനെ സഹായിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം അങ്ങ് സൂചിപ്പിച്ച പോലെ തുർക്കിയാണ്. ഇനി അടുത്തത് റഷ്യയും ചൈനയുമാണ്. ഈ റഷ്യയുടെയും ചൈനയുടെയും തുർക്കിയുടെയും നിലപാട് ഈ യുദ്ധത്തിനെ സംബന്ധിച്ച് വലിയ നിർണായകമാണ്. അവരെ സംബന്ധിച്ച് അവർ സൈലൻ്റ് ആകുകയും ബാക്കിയുള്ള രാജ്യങ്ങളെല്ലാം ഒരുമിക്കുകയും ചെയ്താൽ തീർച്ചയായിട്ടും ഇതിൻ്റെ അകത്ത് അമേരിക്ക വിജയം വരിക്കും. പക്ഷേ ഇതിൻ്റെ അകത്ത് റഷ്യയുടെ നിലപാട്, ചൈനയുടെ നിലപാട്, തുർക്കിയുടെ നിലപാട് വലിയ നിർണായകരമായ ഒരു യുദ്ധത്തിൻ്റെ വഴിത്തിരിവായിട്ട് മാറും. ഈ വഴിത്തിരിവ് എന്ന് പറയുന്നത് ലോകത്തിൻ്റെ ക്രമങ്ങളെ എല്ലാം ഭയങ്കരമായിട്ട് ബാധിക്കും. എപ്പോഴത്തെ വ്യാപാര നിയന്ത്രണങ്ങളും വ്യാപാര ചർച്ചകളിലെല്ലാം വലിയ മാറ്റങ്ങളുണ്ടാകും. ലോകത്തിൻ്റെ സാമ്പത്തിക വ്യവസ്ഥയിൽ മാറ്റം ഉണ്ടാകും. നമ്മുടെ നാടിൻ്റെ സാമ്പത്തിക വ്യവസ്ഥയിൽ മാറ്റം ഉണ്ടാകും. എല്ലാത്തിലും വലിയ വലിയ പ്രത്യാഘാതങ്ങളും അതുപോലെ തന്നെ വലിയ പ്രതിസന്ധികളും സൃഷ്ടിക്കപ്പെടാവുന്ന ഒരു ലോകക്രമത്തിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. തുർക്കിയുടെ നിലപാട് നമുക്കറിയാം. തുർക്കി ഓപ്പറേഷൻ സിന്ദൂറിൽ പാകിസ്ഥാനെ സഹായിച്ചത് എങ്ങനെയാണെന്നൊക്കെ നമ്മൾ കണ്ടതാണ്.
അപ്പോൾ 2 തവണ മസ്കറ്റിലും ജനീവയിലും വെച്ച് ചർച്ച നടത്തിയിട്ട് ചർച്ച പരാജയപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഈ യുദ്ധം തുടങ്ങിയത് എന്നാണ് പറയുന്നത്. പക്ഷേ ഇറാൻ പറയുന്നത് ഇറാഖുമായി ഇറാൻ സംസാരിച്ചു, ഞങ്ങൾ ആരുടെ മുമ്പിലും തല കുനിക്കില്ല, യുദ്ധത്തിൻ്റെ വഴിക്ക് പോട്ടെ എന്നാണ് പറയുന്നത്. അപ്പോഴും അമേരിക്ക പറയുന്നു ഇറാനിലുള്ള ആണവ കേന്ദ്രങ്ങൾ മുഴുവൻ തകർത്തതിന് ശേഷം മാത്രമേ യുദ്ധം അവസാനിക്കൂ എന്നുള്ളത്. സാറ് സൂചിപ്പിച്ചതുപോലെയാണെങ്കിൽ തുർക്കിയും റഷ്യയും ചൈനയും ഇറാനോടൊപ്പം നിൽക്കുകയും അമേരിക്ക ഇത്തരത്തിൽ അവരുടെ സന്നാഹം മുഴുവൻ കൊണ്ടുവരുമ്പോഴും ഈ ചൈനയ്ക്കും റഷ്യയുടെയും സന്നാഹങ്ങൾക്കൊപ്പം പിടിച്ചു നിൽക്കാൻ കഴിയുമോ എന്നുള്ളൊരു ചോദ്യവുമുണ്ട്. യുദ്ധം ഏത് വഴിക്കാണ് എന്നുള്ളൊരു ആശങ്ക മലയാളികൾക്ക് ഉണ്ട് എന്നുള്ളതാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട. ഇന്ത്യക്കാർക്ക് മുഴുവനായിട്ടുണ്ട്, കാരണം ഇന്ത്യക്കാർ ലോകത്തിലെ എല്ലാ സ്ഥലങ്ങളിലും ഉണ്ട് എന്നുള്ളത്, എല്ലാ രാജ്യങ്ങളിലും ഉണ്ട്. അതോടൊപ്പം തന്നെ മലയാളികൾക്കും ആശങ്കയുണ്ട്. ഈ യുദ്ധം മൂലം ഏറ്റവും കൂടുതൽ ദുരിതം അനുഭവിക്കുന്ന മലയാളികളാണ്. കാരണം ഇത് ഈ ഗൾഫ് മേഖലകളിലെ അശാന്തി അല്ലെങ്കിൽ അവിടുത്തെ യുദ്ധസമാനമായ സാഹചര്യം നമ്മുടെ ആൾക്കാരെയാണ് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത്. അതും ഗൾഫിലുള്ള അവിടുത്തെ ജോലി ചെയ്യുന്നവരെ പ്രത്യക്ഷത്തിലായ പോലും പരോക്ഷമായി നമ്മളെല്ലാം നിലനിന്ന് പോകുന്ന നമ്മുടെ ജീവിത സാഹചര്യങ്ങളൊക്കെ നിലനിൽക്കുന്ന ഗൾഫ് മലയാളികളുടെ സമ്പാദ്യങ്ങൾ കൊണ്ടാണ്. അപ്പോൾ അത് വലിയൊരു ഘടകമാണ്. നമ്മുടെ കേരളത്തെ സംബന്ധിച്ച് വലിയ നിർണായകമായ ഒരു കാര്യമാണ് ഒന്ന്. രണ്ടാമത്തെ കാര്യം, ഈ റഷ്യയും ചൈനയുടെയും അല്ലെങ്കിൽ തുർക്കിയുടെ ഒക്കെ നിലപാട് എന്താണ് എന്ന് അറിയാൻ വേണ്ടി ലോകം കാത്തിരിക്കുകയാണ്. അതിനി വരും ദിവസങ്ങളിൽ അറിയാൻ പറ്റുള്ളൂ. ഇതിൻ്റെ യുദ്ധത്തിൻ്റെ ഗതി എങ്ങോട്ട് മാറും എന്നുള്ള കാര്യത്തിൽ നമുക്കൊന്നും പറയാൻ മേലാത്ത ഒരു അവസ്ഥയിലേക്ക് ഇത് പോയിക്കൊണ്ടിരിക്കുന്നു. നമ്മുടെയൊക്കെ ഒരു ആഗ്രഹം ഇതെങ്ങനെയെങ്കിലും സൗദി പോലെയുള്ള രാജ്യങ്ങൾ മുൻകൈ എടുത്ത്, അതായത് സൗദിയൊക്കെ നമുക്കറിയാം അവർ വളരെ സമാധാനപ്രിയരായ രാജ്യങ്ങളാണ്. നമ്മൾ തുർക്കിയെ പോലെ നമുക്ക് സൗദിയെ കണക്കാക്കാൻ പറ്റിയില്ല. അവർ ലോകത്ത് സമാധാന ക്രമം പുനഃസ്ഥാപിക്കണമെന്ന് ആഗ്രഹിക്കുന്ന രാജ്യങ്ങളിൽ ഒരു പ്രധാനപ്പെട്ട രാജ്യമാണ്. അപ്പോൾ സൗദിയെ പോലെയുള്ള രാജ്യങ്ങൾ അല്ലെങ്കിൽ ഗൾഫ് GCC കൺട്രികളുടെ ഓർഗനൈസേഷൻ മുൻകൈ എടുത്ത് തന്നെ ഈ യുദ്ധം അവസാനിപ്പിക്കാനുള്ള തന്ത്രങ്ങളിലേക്ക് മുന്നോട്ട് പോയാൽ മാത്രമേ ഇന്നത്തെ ലോകക്രമം ഇതുപോലെ നിലനിൽക്കൂ. അങ്ങനെ ഉണ്ടാകുമെന്ന് പ്രത്യാശിക്കുന്ന ഒരാളാണ്.